രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് കാണുന്ന അതിശക്തമായ പ്രവാചകന്മാരിൽ ഒരുവനെ ആണ് ഈ ഭാഗത്ത് വെളിപ്പെടുത്തുന്നത്. പക്ഷേ വെളിപ്പെടുത്തലുകളിൽ നമ്മൾ പറയുന്ന വായിച്ച വാക്ക് ഇങ്ങനെയാണ്: ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ച ശാഫാത്തിൻ്റെ മകൻ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. ആ പദപ്രയോഗം നമുക്കറിയാം. വളരെ സിമ്പിളാണ്. കൊടുത്തിരിക്കുന്നത് വലിയ ഹിസ്റ്ററിയൊന്നും പറയാനില്ലാത്തൊരു പ്രവാചകനാണ്. കൊടുത്തിരിക്കുന്നത് വലിയ പ്രശംസയൊന്നും പറയാനില്ലാത്തൊരു വ്യക്തിയാണ്. അവിടെ കൊടുത്തിരിക്കുന്നൊരു വാക്കെന്ന് പറയുന്നത് കൈക്ക് വെള്ളമൊഴിച്ച ഒരു പ്രവാചകൻ ഇവിടെ ഉണ്ട്. ഒന്നുകൂടെ കരങ്ങളെ ഉയർത്തിയിട്ടൊരു ഹല്ലേലൂയ. യെസ്, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഭാഗത്തുനിന്ന് പറയാൻ താല്പര്യപ്പെടുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യം. ഒന്ന്, 3 രാജാക്കന്മാർ മോവാബിനെ ആക്രമിക്കാൻ വേണ്ടി പോവുക. ശ്രദ്ധിക്കണം, ഒന്ന് രണ്ട് ഇമ്പോർട്ടൻ്റായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ 3 പേരും കൂടെ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുവാണ്. മോവാബിനെ ചെന്ന് നമുക്ക് എന്ത് ചെയ്യണം? ആക്രമിക്കണം. ആക്രമിച്ച് കീഴടക്കി അവിടുന്ന് ചിലതൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടി 3 പേരും കൂടെ പരിശ്രമിക്കുക. 3 രാജാക്കന്മാർ. പക്ഷെ 3 പേരും ആലോചിച്ചു, സംസാരിച്ചു എന്നത് വാസ്തവമാണ്. പരസ്പരം അവർ ആലോചിച്ചു, എന്നാൽ ചോദിക്കേണ്ട ദൈവത്തോട് അവർ ആലോചന ചോദിച്ചില്ല. പലപ്പോഴും ലോകത്തിൽ നമ്മളും കാണുന്നൊരു കാര്യം അതാണ്. ആലോചിക്കും, ചോദിക്കും, പക്ഷെ ചോദിക്കേണ്ടവനോട് ചോദിക്കത്തില്ല. അതുകൊണ്ട് എന്നാ സംഭവിച്ചേ? 7 ദിവസം വഴി നടന്നപ്പോൾ ഇവരുടെ വെള്ളം കൂടി മുട്ടിപ്പോയി. കരങ്ങളെ ഉയർത്തിയിട്ടൊരു ഹല്ലേലൂയ. നമ്മൾ അപ്പുറത്തെ വീട്ടിൽ ചോദിക്കും, ഇപ്പുറത്തെ വീട്ടിൽ ചോദിക്കും, കണ്ട നാട്ടുകാരോട് മൊത്തം ചോദിക്കും, പക്ഷെ കർത്താവിനോട് മാത്രം ചോദിക്കുകയില്ല. നിങ്ങളൊരു ഹല്ലേലൂയ പറഞ്ഞില്ലേ? എനിക്കൊരു ഡൗട്ട്, ഈ കൂട്ടത്തിൽ നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ അല്ലേ? ചോദിക്കേണ്ടത് നാട്ടുകാരോട് മൊത്തം ചോദിക്കൂ, പക്ഷെ ആരോട് ചോദിക്കില്ല. ഈ പറഞ്ഞ 3 പാർട്ടികളെ പോലെ യഹോശാഫാത്തും യെഹോരാവും ഏതോ രാജാവും കൂടെ ചെയ്ത പോലെ തമ്മിൽ ചോദിച്ചു, പക്ഷെ ആരോട് ചോദിച്ചില്ല? ദൈവത്തോട് ചോദിച്ചില്ല. അതുകൊണ്ട് എന്നാ സംഭവിച്ച? അധികം താമസത്തില്ല, 7 ദിവസം അലഞ്ഞു നടന്നപ്പോൾ അവർക്ക് എന്ത് കിട്ടിയില്ല? വെള്ളം കിട്ടിയില്ല. വെള്ളം കിട്ടാതെ വന്നപ്പോൾ ഇവർക്കൊരു ചോദ്യം. ഇനി ഞങ്ങൾ കർത്താവിൻ്റെ അരുളപ്പാട് കേട്ടാൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിയത് എപ്പോഴാ? എല്ലാം നമുക്ക് കിട്ടിയപ്പോഴല്ല, ചിലതൊക്കെ മുട്ടിയപ്പോഴാണ്. കരങ്ങളെ ഉയർത്തിയിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞേ. അല്ലേ? ചിലതൊക്കെ മുട്ടിയപ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിയേ. എല്ലാം കിട്ടിയപ്പോഴല്ല നമ്മൾ വന്നത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചിലതിനോട് പറയുക. ചിലത് മുട്ടിച്ചത് കർത്താവിനെ കാണാൻ വേണ്ടിയാ, കർത്താവിനെ അടുത്തെത്താൻ വേണ്ടിയാ. ചിലതൊക്കെ നമ്മൾ ചിന്തിച്ചത് നമ്മൾ പോയ വഴിയിലില്ലല്ലോ. കർത്താവിനറിയാം നീ പോയ വഴിയിലില്ലെങ്കിൽ നീ കർത്താവിൻ്റെ അടുത്ത് ചോദിക്കണമെന്നത് ദൈവത്തിന് ഇഷ്ടമെന്നതും നിർബന്ധമാണെന്നതും കൊണ്ട് കർത്താവ് ചിന്തിച്ചോ, അവരെൻ്റെ അടുത്ത് വരും. ഈ 3 രാജാക്കന്മാരും കൂടെ എങ്ങനെ ചിന്തിക്കുക? അവരെൻ്റെ അടുത്ത് ദൈവത്തിൻ്റെ അടുത്ത് ചോദിക്കാതെ എന്ത് ചെയ്തു? പോയത് കൊണ്ട് വഴി കിടന്നിപ്പോൾ വട്ടം കറങ്ങുക. ഭയങ്കരമായിട്ട് ദാഹം കൊണ്ടും വിശപ്പ് കൊണ്ടും ഈ ദൈവജനം വലഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ പരസ്പരം ചോദിക്കുക, ഇനി ആരുടെ മുഖത്ത് നോക്കണം? ദൈവത്തിൻ്റെ മുഖത്ത് നോക്കണം. ഞാൻ നിങ്ങളോട് പറയാ, എല്ലാം തളർന്നു കഴിഞ്ഞിട്ട് ദൈവമുഖത്ത് നോക്കുന്നത് തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. നോക്കേണ്ട സമയത്തവർ നോക്കിയിരുന്നെങ്കിൽ ഈ വഴിയിൽ ഈ വെള്ളം കൂടി മുട്ടത്തില്ലായിരുന്നു. ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോടും പറയാ, നാട്ടുകാരോട് ചോദിക്കുന്നത് കുഴപ്പമല്ല, കൂട്ടുകാരോട് ചോദിക്കുന്നത് കുഴപ്പമല്ല, പക്ഷെ ചോദിക്കേണ്ട ദൈവത്തോട് ചോദിച്ചിട്ട് നമ്മൾ മുന്നോട്ട് കാല് വയ്ക്കുന്നതെങ്കിൽ ആ യാത്ര ഒരിക്കലും പരാജയമല്ല. വഴിയിൽ വറ്റിവരേണ്ട അനുഭവം ഉണ്ടാകത്തില്ല, വഴിയിൽ തളർച്ചയുണ്ടാകത്തില്ല, വീണുപോകാനും നിന്നു പോകാനും ദൈവം അനുവദിക്കുകയില്ല. കർത്താവിന്റെ കരുതൽ നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുതൽ നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. ദൈവത്തോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ യാത്ര തിരിക്കുന്നതെങ്കിൽ ഉത്തരവാദിത്വം ദൈവത്തിന്റെ കയ്യിലാണ്. ആമേൻ.
സംശയമുണ്ടോ നിങ്ങൾക്ക്? ദൈവം പറഞ്ഞിട്ടാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ഉത്തരവാദിത്വം ആരുടെ കയ്യിലാ? ദൈവത്തിൻ്റെ കയ്യിലാ. ഈ ഇസ്രായേൽ മക്കളാ ദൈവം വിളിച്ചു വേർതിരിച്ച് ഇറക്കിയതാ. എങ്ങോട്ട് പോകാൻ വഴി അറിയത്തില്ല. തമ്പുരാൻ പറഞ്ഞു, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്കൊന്ന് ഇറങ്ങി വാ. ഇറങ്ങി വരാൻ വേണ്ടി വിളിച്ചിറക്കിയ ഈ ദൈവജനത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നു, കർത്താവ് പറഞ്ഞത് കേട്ടിറങ്ങി. അതുകൊണ്ട് വഴിയിൽ വെച്ച് എന്ത് സംഭവിക്കുക? ഇവരോട് ദൈവത്തിൻ്റെ കടപ്പാടും ഉത്തരവാദിത്വവും ദൈവം വെളിപ്പെടുത്തുക. ഒന്ന്, ഞാൻ ഇങ്ങനെ പറയും, ഈ പ്രിയപ്പെട്ട ഇസ്രായേൽ ജനം മുന്നോട്ട് കടന്ന് യാത്ര തിരിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, ഇടയ്ക്ക് വച്ച ഇവർക്ക് എന്തുണ്ടായി? ദാഹവും വിശപ്പും ഉണ്ടായി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ചെറിയ ഉപദേശം കയറി വരും, കുഴപ്പമില്ലല്ലോ. കുഴപ്പമുണ്ടോ? സ്തോത്രം, പ്രൈസ് ഗോഡ്. ഞാൻ രാവിലെ ഇന്ന് അവിടെ തന്നെ പ്രസംഗിച്ചു. വായിച്ചത് വേറെ വാക്യം, പ്രസംഗിച്ചത് ഈ വിഷയത്തിലേക്കായിരുന്നു. ഏതായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. ഉപദേശം കുഴപ്പമില്ലെന്ന് 2 കൂട്ടരും പറഞ്ഞു. ഇനി ആർക്കെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് പറയണം, അതുവരെ മിണ്ടരുത്. കരങ്ങൾ ഉയർത്തിയിട്ട് ഹല്ലേലൂയ പറഞ്ഞേ. വേറെ കുഴപ്പമുള്ള ഉപദേശമൊന്നുമില്ല, നല്ല ഉപദേശങ്ങളാ. പ്രൈസ് ഗോഡ്. ബൈബിൾ പറയുന്നു, ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? ഈ യാത്രയ്ക്ക് വേണ്ടി അങ്ങോട്ട് ഇറങ്ങിത്തിരിച്ചപ്പോൾ ഇച്ചിരി ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് കുടിക്കാൻ വെള്ളമില്ലാതെ എന്തില്ലാതായി? എൻ്റെ കൂടെ നിൽക്കണം കേട്ടോ. എന്തില്ല? വെള്ളവുമില്ല, ഇപ്പൊ ഭക്ഷണവുമില്ല. സത്യം പറയാം, ഒരു 2-3 ദിവസം മുമ്പ് എന്നെ നടന്നെന്നറിയാമോ? ചെങ്കടൽ കടന്ന് ഇപ്പുറത്ത് വന്നപ്പോൾ മിരിയാം തപ്പെടുത്ത് ആർത്തു. കേട്ടവർ കൂടെ പാടി, ബാക്കിയുള്ളവർ നൃത്തം ചെയ്തു. ശ്രദ്ധിക്കുക. ബാക്കിയുള്ളവർ നൃത്തം ചെയ്തു, കേട്ടവർ കൂടെ പാടി. തപ്പിനോടും നൃത്തത്തോടും ഒരുമിച്ച് ആരാധിച്ച ഇവർ വെള്ളം കൂടി മുട്ടിയപ്പോ മിരിയാമിനെയും നോക്കി, മോശയും നോക്കി, പിന്നെ അഹരോനെ നോക്കി, മാത്രമല്ല വിളിച്ച ദൈവത്തെ നോക്കി പിറുപിറുത്തു. ചിലർക്കൊരു കുഴപ്പമുണ്ട്, വിശന്ന് കഴിഞ്ഞാൽ കണ്ണ് കണ്ടുകൂടാ. ഇവിടെ ആരെങ്കിലും ഉണ്ട്? ഇപ്പം എനിക്ക് നിങ്ങൾക്ക് മൊത്തത്തിലേ കണ്ണ് പോയിരിക്കുക. ഉച്ചയല്ലേ, മണി 1 പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ചിലരങ്ങനെ, എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല. വിശന്ന് കഴിഞ്ഞാൽ കണ്ണ് കണ്ടുകൂടാത്ത കുഴപ്പമൊന്നും എനിക്കില്ല. നിങ്ങൾക്ക് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആമേൻ. ഈ വിശപ്പടിച്ചപ്പോൾ ദൈവജനത്തിൻ്റെ എന്തു പറയാൻ? പിന്നെ കണ്ണ് കണ്ടുകൂടാ. ആരാ മോശ? ആരാ അഹരോൻ? ആരാ ഈ ദൈവം? ആമേൻ. വിശപ്പ് വന്നപ്പോൾ വിശ്വാസം പോയി. ശ്രദ്ധിക്കണം. വിളിച്ചപ്പോൾ ഭയങ്കര വിശ്വാസം, കൈയും കൊട്ടി പാടി നൃത്തമൊക്കെ ചെയ്തു അങ്ങോട്ട് ആരാധിച്ചിറങ്ങി. നമ്മളിതാ പാലും തേനും ഒഴുകുന്ന ദേശത്ത് പോകുന്നേ. കുടിക്കാൻ വെള്ളം കിട്ടാതെ ഒരു നേരത്തെ ആഹാരം മുടങ്ങിയതേ ഉള്ളൂ. ആരാധനയും പോയി. ഒരു നേരത്തെ ആഹാരം മുടങ്ങിയതേ ഉള്ളൂ. വിശ്വാസം പോയി, മൊത്തവും പോയി. ഹല്ലേലൂയ. ഇതുപോലത്തെ ഉപദേശം ഞാൻ കയറി വരുന്നു പറഞ്ഞു. കുഴപ്പമില്ലല്ലോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സന്തോഷം. അപ്പോൾ ഒരു നേരത്തെ വിശപ്പടിച്ചപ്പോൾ എന്തു പോയി? ആരാധനയും പോയി, വിശ്വാസവും പോയി. 2ാമത്തെ നേരം കൂടെ കിട്ടാതെ വന്നപ്പോൾ ആവശ്യമില്ലാത്തൊക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങി. എങ്ങോട്ട്? ദൈവത്തിനും മോശയ്ക്കും. ഇതിനേക്കാളും നല്ലത് ഞങ്ങളെ അവിടെ ഇട്ടിരുന്നെങ്കിൽ സെമിട്രിയെങ്കിലും കിട്ടുമായിരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ലല്ലോ നിങ്ങൾ. ചിലർക്ക് ഇപ്പോഴും ആഗ്രഹം സെമിട്രിയാണ്. ഞങ്ങൾക്കൊണ്ട് കുഴപ്പമില്ല, തന്നോളാം. വേറെ ചിലർക്കൊക്കെ ഇപ്പോഴും ആഗ്രഹം കാനാനല്ല, സെമിട്രിയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ലല്ലോ നിങ്ങൾ. ഇതിനകത്തുള്ള ആരും അങ്ങനെ സെമിട്രിക്ക് വേണ്ടി ഇരിക്കരുത്. ഞാൻ ഇടുക്കി മീറ്റിങ്ങിന് പോയപ്പോൾ എന്തോ ഇതൊരു ഭാഗവും കയറി വന്നു. ഞാൻ അവരോട് ചോദിച്ചു, ഇവിടെ അങ്ങനെ ഉണ്ടോ? ഇവിടെ അങ്ങനെ ഉള്ളൂ പാസ്റ്റർ. എന്താ സെമിട്രി ഉണ്ടെങ്കിൽ ഈ പള്ളിയിൽ പോകത്തുള്ളൂ എന്ന്. ഹല്ലേലൂയ. ഞാൻ വിചാരിച്ചു തിരുവനന്തപുരത്ത് ചിലർക്കൊക്കെയാണ് ഈ പ്രശ്നമുള്ളത്, എല്ലായിടത്തും ഈ പ്രശ്നമില്ല. സിറ്റിക്കകത്തൊക്കെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യമാണ്. എന്നാൽ ഞങ്ങൾക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇരിക്കുന്നവർക്ക് വേറെ ടെൻഷനൊന്നും വേണ്ട. ആരും എടുത്തില്ലേ, ഞങ്ങൾ എടുത്തോളും. ഒരു ഹല്ലേലൂയ നിങ്ങൾ പറഞ്ഞേ. ടെൻഷനൊന്നും വേണ്ട. ഹല്ലേലൂയ. അതവിടെ കിടക്കണം. അത് ഞാനപ്പോൾ ഇടുക്കിയിലുള്ള പ്രിയപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾ അതേക്കുറിച്ച് എന്തിനാ ടെൻഷൻ അടിച്ച് ഭാരപ്പെടുന്നേ? കർത്താവ് ജനിപ്പിച്ചവരാരും 4-ാം ദിവസം ഇവിടെ കിടന്ന് നാറുന്നില്ല. അത് അവർക്ക് കാശില്ലേലും അവരെ അടക്കാനുള്ളത് ആരെങ്കിലും നാട്ടുകാർ ചെയ്തോളും. അതുകൊണ്ട് നിങ്ങൾ എന്തിനാ നിങ്ങളെക്കുറിച്ച് ഭാരപ്പെടുന്നത്? ജീവിച്ചിരിക്കുമ്പോൾ അക്കരയ്ക്ക് പോകാനുള്ള വെമ്പലില്ല, സെമിട്രിക്കുള്ള വെമ്പലേ ഉള്ളൂ. ഒരു അല്ലേ നിങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ അല്ലേ? ബൈബിൾ പറഞ്ഞെന്താ? ഒരു മനുഷ്യന്റെ ആത്മാവിന് സർവ്വലോകത്തെക്കാളും വിലയുണ്ട്. അതുകൊണ്ട് ആത്മാവിനെ നഷ്ടപ്പെടുത്തരുത്. നമ്മളെ ബോഡിയെ നഷ്ടപ്പെടുത്താതിരിക്കാൻ പല പരിപാടിയും ചെയ്യുക. അതുപോട്ടെ, അതല്ല നമ്മുടെ ആവശ്യം.
ഞാൻ ഇങ്ങോട്ട് വരുന്നു. ഇസ്രായേൽ മക്കളെ വിളിച്ചിട്ട് ഇതിനേക്കാളും നല്ലത് അവിടെ കിടക്കുന്നതാ. പക്ഷെ കർത്താവ് പറഞ്ഞു, എടാ ഇനിയും വിശന്ന ഇതിലധികം കേൾക്കേണ്ടി വരും. അതുകൊണ്ട് നല്ല സമയം നോക്കിയ കർത്താവ് പറഞ്ഞു, നാളെ രാവിലെ നിങ്ങൾക്ക് ഫുഡ് തരാം. നാളെ രാവിലെ എന്ത് വരും? കർത്താവ് കൊടുത്ത ഫുഡിൻ്റെ പേരെന്താ? മന്ന അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം ആ പേര്. ഇതിന് മുൻപ് പുറപ്പാട് പുസ്തകത്തിൽ മന്ന പറഞ്ഞിട്ടുള്ളത്, ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടിപ്പുള്ളത് അല്ലേ? ഈ സൃഷ്ടിപ്പിന്റെ ഇടയിൽ ഒരു ഭാഗത്ത് പോലും മന്നായെ കുറിച്ചൊരു വാക്ക് ദൈവം പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്തു തരാം. ഞാൻ നോക്കിയിട്ട് ഒരു റെഫറൻസും കണ്ടില്ല. അതുകൊണ്ടാ. ആമേൻ. മന്നായെ കുറിച്ചൊരു വാക്കും കണ്ടില്ല. പക്ഷെ മന്നായെ കുറിച്ച് ഒരു വാക്കും പറഞ്ഞില്ലെങ്കിലും വിളിക്കപ്പെട്ട ജനത്തിനു വേണ്ടി കർത്താവ് കൊടുത്തത് അബ്രഹാമിന് കൊടുക്കാത്ത, കൂടെ ഇരുന്ന് സംസാരിച്ച ആദാമിന് കൊടുക്കാത്ത, ഹവ്വായ്ക്ക് കൊടുക്കാത്ത, നോഹയ്ക്ക് കൊടുക്കാത്ത, ആ തലമുറയിൽ ആരും കാണാത്ത, പിതാക്കന്മാരിൽ ആർക്കും കൊടുക്കാത്ത മേത്തരമായൊരു ഫുഡ് ദൈവം കൊടുത്തു. ഇന്ന് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പറയുന്നു, നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, ഒരു തന്റെ ഹൃദയത്തിൽ തോന്നാത്തതാ. In the mighty name of Jesus, ആരുടെക്ക് ദൈവാത്മാ പറയുന്നു, ഒരു തന്റെ ഹൃദയത്തിലും തോന്നാത്തത് ഇന്ന് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ശമന റിഗദന ജലഘടക രക്ഷസ് കമനിയംതന. യെസ്, തനിക്ക് വേണ്ടി, താൻ വിളിച്ചവർക്ക് വേണ്ടി ഉത്തരവാദിത്വമുള്ള ദൈവം. ആമേൻ. അവരാരും പ്രതീക്ഷിക്കാത്തത് ദൈവം അവർക്ക് വേണ്ടി കൊടുത്തു. ഹല്ലേലൂയ. ഈ മന്ന കൊടുത്തപ്പോൾ ഒരു സംഭവം നടന്നു. കർത്താവ് പറഞ്ഞു, എടാ ഇത് ആർക്കും കൊടുത്തിട്ടില്ല. അപ്പച്ചനോടും അമ്മച്ചിയോടും ചോദിച്ചാൽ എന്താ മന്ന എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. ഹല്ലേലൂയ അല്ലേ? കാരണം ഇത് അബ്രഹാമിന് കിട്ടിയിട്ടില്ല. എങ്കിൽ അബ്രഹാമിന് കിട്ടിയിരുന്നെങ്കിൽ അബ്രഹാമിന് കിട്ടിയത് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഈ തലമുറയിൽ പുതിയ ഫുഡുകൾക്ക് വേണ്ടി മനുഷ്യൻ ഓടിക്കൊണ്ട് നടക്കുക. ശരിയല്ലേ? പഴയ ഫുഡുകളല്ല, പുതിയ ഫുഡുകൾക്ക് വേണ്ടി. കേട്ടിട്ടില്ലാത്ത പേരുകൾ. യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. കേട്ടിട്ടില്ലാത്ത പേരുകൾ, കേട്ടിട്ടില്ലാത്ത ഫുഡുകൾ. പണ്ടൊരു 4-5 വർഷം മുമ്പ് ഞാൻ ഈ തൃശ്ശൂർ മീറ്റിങ്ങിന് പോകുമ്പോൾ വഴിയിൽ കുഴിമന്തി എന്ന് പറഞ്ഞൊരു ബോർഡ് കാണും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു പുതിയ സ്ഥലമാണ്. ഈ കോട്ടയത്തിൻ്റെ ഇപ്പുറത്ത് പോകുമ്പോൾ പ്രാവിൻകൂട് എന്ന് പറഞ്ഞൊരു സ്ഥലം എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ചുകൂടെ ഇപ്പുറത്ത് വരുമ്പോൾ മാന്തുക എന്ന് പറഞ്ഞൊരു സ്ഥലം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴിമന്തി ഒരു സ്ഥലമാണ്. ഒരു 1-2 വർഷം ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് മുന്നോട്ട് പോയി. അപ്പോഴാണ് പിന്നെയാണ് മനസ്സിലായത് ഇത് സ്ഥലമല്ല, ഇതൊരു ഫുഡിൻ്റെ പേരാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇത് പുതിയത് കണ്ടുപിടിക്കാൻ വേണ്ടി മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുക. പോട്ടെ, സത്യം പറയാലോ, ഈ ഒരു മന്ന ദൈവം അവർക്ക് കൊടുക്കുന്നത് ആരും കഴിച്ചിട്ടില്ലാത്തതാണ്. വിളിക്കപ്പെട്ടവർക്കും ദൈവത്തിന്റെ ആലോചന പ്രകാരം നടക്കുന്നവർക്ക് വേണ്ടി സ്വർഗം പറയുന്നു, കർത്താവ് കൊടുക്കുന്നത് പിതാക്കന്മാർ കഴിച്ചിട്ടില്ലാത്തതാണ്. ഇന്നലെ വരെ ചരിത്രത്തിൽ കുറിക്കാത്തത്, ഇതുവരെ ആർക്കും ലഭിക്കാത്തത്, അതിന്റെ രുചി ആർക്കും മനസ്സിലാക്കാത്തത് വിശ്വസിക്കുന്നവരോട് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ആർക്കും പിടിക്കാത്ത ചിലർ ഈ ദിവസങ്ങളിൽ ദൈവം താൻ വിളിക്കപ്പെട്ട ജനത്തിന് വേണ്ടി യേശുവിന്റെ നാമത്തിൽ ജയ. ഇന്ന് പകൽ സ്വർഗം പറയുന്നു, തന്നെ വിളിക്കുന്നവർക്ക്, തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം ഒരുക്കുന്നത് വ്യത്യസ്തം. In mighty name of Jesus. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. 1-2 കാര്യം കൂടെ പെട്ടെന്നൊന്ന് പറയട്ടെ. ഈ മന്ന എന്ന് പറയുന്ന സാധനം ദൈവം പറഞ്ഞു, നാളെ രാവിലെ 6 മണിക്ക് നിങ്ങളുടെ പാളയത്തിന് ചുറ്റും വരും. അല്ലേ? പാളയത്തിന് ചുറ്റും വരും. ഇത് വെയിലാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടും, വെയിൽ മൂത്താൽ നിങ്ങൾക്ക് കിട്ടില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ ഒരു കാര്യത്തിൽ തീരുമാനമായി, രാവിലെ ഉറക്കമൊഴിച്ചായി പറ്റത്തുള്ളൂ. പ്രൈസ് ഗോഡ്. മന്ന വേണോ? രാവിലെ ഉറക്കമൊഴിക്കണം. മന്ന വേണോ? രാവിലെ ഉറക്കമൊഴിക്കണം. എത്ര മണിക്ക് കഴിക്കും? ഒന്നും പറയണ്ട, പോട്ടെ. ഹല്ലേലൂയ.
സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ചൂട് തട്ടുമ്പോൾ മന്ന പോകും. പ്രൈസ് ഗോഡ്. കർത്താവ് ചിലത് തരുന്നത് നീ മേടിക്കണമെങ്കിൽ രാവിലെ എഴുതിക്കണം. ചിലർക്കൊരു കുഴപ്പമുണ്ട്, കുറെ കൊണ്ട് കൈകെട്ടി അങ്ങ് കിടക്കാം. ദാരിദ്ര്യം വഴിപോക്കനെ പോലെ വീട്ടിനകത്തോട്ട് കയറി വരും. സ്വത്രം. എത്ര മണിക്കാണ് സൂര്യൻ ഉദിക്കുന്നത് മക്കളെ? സൂര്യൻ എത്ര മണിക്ക് ഉദിക്കും? രാവിലെ 7 മണിക്ക്. നമ്മൾ കണ്ണു തുറക്കുമ്പോഴാണ് സൂര്യൻ ഉദിക്കുന്നത്. അത് നമുക്ക്. സൂര്യൻ ഇരിക്കുന്നത് 6, 6:15, 6:30 സൂര്യൻ ഉദിക്കും. നമ്മൾ 8:30 കണ്ണു തുറക്കുന്നുണ്ടോ? 8:30 സൂര്യൻ ഉദിക്കുന്നത്. മന്ന കൊടുക്കുമ്പോൾ കർത്താവ് പറഞ്ഞു രാവിലെ വരണം. കർത്താവ് ദൈവജനത്തോട് പറയുക, നിങ്ങൾ രാവിലെ എഴുതിക്കണം, രാവിലെ പ്രാർത്ഥിക്കണം, രാവിലെ ദൈവസന്നിധിയിൽ വന്നാലേ മന്ന കിട്ടത്തുള്ളൂ. ഇത് കുറേ കൂടെ കൈയിട്ട് കിടന്നാലോ വെയിൽ മൂക്കുമ്പോൾ മന്ന ഉരുകി പോകും. ചെന്നിട്ട് വെറും പാത്രമോടെ തിരിച്ചു വരേണ്ടി വരും. ചിലർ പറയും ജോലി ഇല്ല, രാവിലെ വെച്ച് പോകണമെന്ന്. സ്വത്രം പറ. സഹോദരിമാരുടെ ചിരിയുണ്ടില്ലേ? അമേൻ. സഹോദരന്മാരെ നിങ്ങൾ നോക്കിയിട്ട് അവർ ചിരിച്ചേ പോട്ടെ. അമേൻ. ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ രാവിലെ പോയാൽ എന്ത് കിട്ടത്തുള്ളൂ? നിങ്ങൾ എന്തോ അറിഞ്ഞില്ല, മന്ന കിട്ടത്തുള്ളൂ. ഇനി മന്നയ്ക്കൊരു പ്രത്യേകതയുണ്ട്. കർത്താവ് ഒരു കാര്യം ഇവരോട് പറഞ്ഞു, ഇത് അധികം ആയുസില്ലാത്ത സാധനമാണ്. 12 അല്ല 24 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഇത് കൃമിക്കും നാറും. ശ്രദ്ധിക്കുന്നുണ്ടോ? എത്ര മണിക്കൂർ കഴിഞ്ഞാൽ ആയുസുള്ളൂ? 24 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് കൃമിക്കും നാറും. അതുകൊണ്ട് കൊടുത്തപ്പോഴേ പറഞ്ഞു അന്നെന്നുള്ളത് എടുക്കണം. ഇപ്പം ഇന്നില്ല, ഞായറാഴ്ച ഇല്ല, തിങ്കളാഴ്ച രാവിലെ കിട്ടും. ചൊവ്വാഴ്ചത്തേക്കുള്ളത് ആരും എടുക്കരുത്. ഒരു ഹല്ലേലൂയ പറ. ചൊവ്വാഴ്ചത്തേക്കുള്ളത് ആരും എടുക്കരുത് എന്ന് ഞാൻ അനൗൺസ്മെന്റ് ചെയ്താൽ നിങ്ങൾ തിങ്കളാഴ്ച വരുമ്പോൾ എന്നെ കാണത്തക്ക രീതിയിൽ ഒരു പാത്രം കൊണ്ടുവരും, കാണാത്ത രീതിയിൽ ഒരു കവർ പുറകെ കാണും. പ്രൈസ് ഗോഡ്. എന്നാ കാര്യം? ഇനിയും 2 ബസ് കയറി ഇനി വരണ്ടേ? ആമേൻ. ഇനിയും അത്രയും കിലോമീറ്റർ താണ്ടി ഇനി വരണ്ടേ ചൊവ്വാഴ്ച? അതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് എടുത്തിട്ട് പോയാ തിങ്കളും ചൊവ്വാഴ്ച 8:30 മണിക്ക് ഉറക്കം ഒഴിച്ചാൽ മതിയല്ലോ. കർത്താവ് പറയുന്നത് 8:30 മണിക്ക് കഴിച്ചാൽ പോരാ, രാവിലെ തന്നെ എഴുതിക്കണം. അന്നെന്നുള്ളത് ദൈവം അന്നന്ന് തരും. ഈ അന്നന്ന് രാവിലെ എഴുതിക്കാത്തോണ്ട് അന്നന്ന് കിട്ടാത്ത വലിയ സ്വതന്ത്രം കണ്ടില്ല പോട്ട്. അന്നന്ന് രാവിലെ മുട്ട് മടക്കിയാൽ അന്നന്ന് കിട്ടും. അന്നന്ന് രാവിലെ വന്നാൽ അന്നന്ന് ആ മന്ന കിട്ടും. ഇത് ചൊവ്വാഴ്ചത്തേക്കുള്ളതും കൂടെ തിങ്കളാഴ്ച വാരി വെച്ചിട്ട് കുറേ എണ്ണം പോയി. ചിലരങ്ങനെയാണ്. ഇപ്പം എത്ര ഉപദേശം കേട്ടാലും ചിലർ കവറി പറക്കും. എന്നത്തേക്കുള്ളത്? ചൊവ്വാഴ്ചത്തേക്കുള്ളത്. കാരണം അന്നിന് രാവിലെ ഉറക്കൊഴിക്കാൻ വയ്യ. ഇനി അങ്ങനെ പറക്കുന്നവരോട് ഞാൻ പറയാം, ചൊവ്വാഴ്ച പട്ടിണി ആയിപ്പോയി. ചുമ്മാല്ല, അവർ പട്ടിണി ആയിപ്പോയി. സംശയമുണ്ടോ? ബൈബിൾ അങ്ങനെ പറയുന്നറിയോ? ചിലര് തിങ്കളാഴ്ച ചൊവ്വാഴ്ചത്തേക്കുള്ളതും കൂടെ പറക്കി. ചിലരങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുമിച്ചിരുന്ന് ആരാഴ്ച പോകും. പിന്നെ ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഞായറാഴ്ച ഉള്ളൂ. ആത്മീയ വർഷം കൂടെ കയറി പറഞ്ഞതേ ഉള്ളൂ ഞാൻ. ഇതിനിടയ്ക്കൊരു പാട്ടും പ്രാർത്ഥനയും ഇല്ല, ഇതിനിടയ്ക്കൊരു പരിപാടിയേ ഇല്ല. വന്നല്ലോ, ഇന്ന് 2 മണി വരെ അങ്ങ് ഇരുന്നേച്ച് പോകാം. ഞാൻ 2 മണിക്കെല്ലാം നിർത്തും, 1:30 നിർത്തും. ആമേൻ. ഇരുന്നേച്ച് പോകാതെ മൊത്തത്തിൽ ഇന്ന് എന്ത് ചെയ്തു? മേടിച്ചോണ്ടങ്ങ് പോവും. കാരണം തിങ്കളാഴ്ചത്തേക്കും ചൊവ്വാഴ്ചത്തേക്കും ബുധനാഴ്ചത്തേക്കും വ്യാഴാഴ്ചത്തേക്കും ശനിയാഴ്ച വരെയുള്ളതെല്ലാം മേടിക്കുന്നു. ശനിയാഴ്ച വരത്തുള്ളൂ ചിലർ. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാലും അനങ്ങത്തില്ല. അടുത്ത ആഴ്ച വ്യാഴം, വെള്ളി, ശനി, ഞായർ 4 ദിവസം പരിപാടിയുണ്ട്. ഞാൻ നോക്കട്ടെ. ഹല്ലേലൂയ. ഇപ്പോഴേ തീരുമാനിച്ച് കഴിഞ്ഞു നിങ്ങൾ. പ്രൈസ് ഗോഡ്. എനിക്ക് മനസ്സിലായി. ഉപവാസ പ്രാർത്ഥനയുണ്ട്, ആൾക്കാർ വരും, എല്ലാവരും എത്തണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ മന്നാ പറക്കിയ പ്രിയപ്പെട്ടവര് ചിലരെ ചൊവ്വാഴ്ചത്തേക്കുള്ളതും കൂടി എടുത്തിട്ട് പോയി. കർത്താവ് പറഞ്ഞാൽ പറഞ്ഞാൽ കേൾക്കാതെ എടുത്തിട്ട് പോയാ മോശ കാണില്ല, അഹരോൻ കാണില്ല, അന്ന് പാട്ടിന് നേതൃത്വം കൊടുത്ത മിര്യാമും കാണില്ല. പക്ഷെ മന്ന ഇട്ട ഉള്ളി കണ്ടോണ്ടിരിക്കുക. ആമേൻ. ഇവർ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടാ അടുത്ത ദിവസം അവിടെ ചിലർ പറഞ്ഞു എഴിക്കുന്നില്ലേ അച്ഛാ, എഴിക്കുന്നില്ലേ, മന്ന എടുക്കാൻ പോകുന്നില്ലേ? അവർ പറഞ്ഞു മന്നയൊക്കെ ഞങ്ങൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഇനി 8:30 മണിയാകുമ്പോൾ എഴിച്ചൊന്ന് ചൂടാക്കി തിന്നാൽ മതി. ആമേൻ. സത്യം പറയുമല്ലോ, ബാക്കിയുള്ളവരൊക്കെ മന്ന മേടിച്ചു ഈ കവറെ കൊണ്ട് വീട്ടിൽ ആരും കാണാതെ സൂക്ഷിച്ച് വെച്ചിരുന്നവര് രാവിലെ എഴിച്ച് കവറ് കുളിച്ചപ്പോഴാണ് മനസ്സിലായി അതിനകത്ത് കൃമി, അത് നാറ്റം വെച്ച് തുടങ്ങി.
ചുമ്മാതല്ല അഭിഷിക്തൻ പറഞ്ഞത്, മറ്റന്നാത്തേക്ക് ശേഷിപ്പിക്കരുതെന്ന്. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല നിങ്ങൾ? ഇനി ഈ കവറിയിരുന്ന സാധനം നാറിയപ്പോൾ അടുത്ത വീട്ടുകാർ ചോദിച്ചു, എന്നതാണ് അവിടെ ഒരു സ്മെല്ല്? പുള്ളി പറഞ്ഞു, ഇന്നലത്തെ മന്ന ഇന്ന് വച്ചതുകൊണ്ടാ സ്മെല്ല്. ആമേൻ, ശരിയല്ലേ? ഇനി ഈ കവറ് മാറ്റിയിട്ട് അവരെ തിരിച്ച് എവിടെ പോയി? മന്ന എടുക്കാൻ പോയി. അപ്പോഴേക്കും വെയിൽ മൂത്തു, ബാക്കി കിടന്നത് ഉരുകിയും പോയി. ഈ പാർട്ടിക്ക് എന്താ? ഇന്ന് ഉപവാസം. ചിലരങ്ങനെ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഉപവാസം. ഒരു ഹല്ലേലൂയ നിങ്ങൾ പറഞ്ഞില്ലല്ലോ നിങ്ങൾ? ആമേൻ. അങ്ങനെ ഉപവസിക്കുന്നവരുണ്ട്. അങ്ങനത്തെ ഉപവാസം ദൈവത്തിന് വേണ്ട. ചുമ്മാ കിട്ടിയപ്പോൾ സമയം കിട്ടി, അതുകൊണ്ട് പിന്നെ ഭക്ഷണവും ഇല്ല, അതുകൊണ്ട് ഉപവാസം. ആർക്ക് വേണം ഈ ഉപവാസം? ഇരിക്കുന്നെങ്കിൽ ഭക്ഷണം ഉള്ളപ്പോൾ ഇരിക്കുക, ഇരിക്കുന്നെങ്കിൽ നല്ല കാലത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുക, ഇരിക്കുന്നെങ്കിൽ നല്ല മൂടോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുക. ഈ ഉപവാസമാ ദൈവത്തിന് ആവശ്യം. അങ്ങനത്തെ പ്രാർത്ഥനയാ ദൈവത്തിന് വേണ്ടത്. അങ്ങനത്തതാ ദൈവത്തിന് ആവശ്യം. ഇന്ന് പകൽ സ്വർഗം ഇതിനകത്താരിലേക്ക് പറയുന്നു, ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ചില ദൈവ പദ്ധതികൾ വെളിപ്പെടാൻ. അപ്പോൾ ഒറ്റ ഞായറാഴ്ച കൊണ്ട് എല്ലാം മന്നയും കൂടെ കൊണ്ടുപോയാൽ ചിലപ്പം 3 ദിവസം കഴിയുമ്പോൾ ചിലത് ക്രമിക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എല്ലാ ദിവസവും എഴുന്നേക്കണം, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, എല്ലാ ദിവസവും വരണം. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ. ഇനി മന്നയ്ക്ക് വേറൊരു കുഴപ്പം കൂടെ ഉണ്ട്. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, ഇത് ആർക്കും കൊടുക്കാത്ത സാധനമാണ്. മാത്രവുമല്ല 24 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് കൃമിക്കും, അല്ലേ? ഈ കൃമിയൊക്കെ വരുന്നത് ഈ മണ്ണിൽ കിടക്കുന്നുണ്ടോ? മണ്ണുമായിട്ട് ബന്ധമുള്ളതുകൊണ്ടല്ലേ കൃമി ഉണ്ടാകുന്നേ. ആമേൻ. പക്ഷെ കർത്താവ് ഈ മന്ന എവിടാ കൊടുത്തേ? കൃമി കിടക്കുന്ന മണ്ണിലാ കൊടുത്തേ. ആരുടെയും പാത്രത്തിൽ കൊടുത്തില്ല. കൊടുത്തോ? എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ആരുടെയും കൈ കൊടുത്തില്ല, ആരുടെയും ആമേൻ പോക്കറ്റിൽ ഇട്ട് കൊടുത്തില്ല. മന്ന എവിടെ കൊടുത്തു? മണ്ണിൽ കൊടുത്തു. തമ്പുരാൻ അറിയാം മണ്ണിൽ കൃമി ഉണ്ടാ. മണ്ണുമായിട്ട് ചേർന്നാൽ അധിക സമയം ഇത് കിടക്കത്തില്ല, കൃമിക്കും. പക്ഷെ ദൈവജനത്തിനുള്ളത് മണ്ണിലാ കൊടുത്തതെങ്കിലും അത് മഞ്ഞിലാ വച്ചിരുന്നേ. മഞ്ഞിനകത്തിരുന്നാൽ ഒരു കൃമിയും കയറത്തില്ല. ഇന്ന് പരിശുദ്ധാത്മാവ് ഇതിനകത്തും നിങ്ങളോട് പറയുന്നു, നിനക്കുള്ളത് അവൻ കൃമി ഇടങ്ങുന്ന മണ്ണിലാ ഇരിക്കുന്നതെങ്കിലും അത് മഞ്ഞിലാ വച്ചേക്കുന്നത്. ഒരു കൃമിക്കും ദൈവം കൊടുക്കത്തില്ല. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ദൈവത്തിന് മകത്വം കൂടെ ഒരു കൃമിക്കും. യെസ്, നിന്റെ മന്ന ഒരു കൃമിക്കും കൊടുക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. നിന്റെ മന്ന ഒരു കൃമിക്ക്, എൻ്റെ ഭാഷയെ പറഞ്ഞാൽ നിനക്കുള്ളത് പട്ടിക്കും പൂച്ചയ്ക്കും പോലും ദൈവം ഇട്ട് കൊടുക്കത്തില്ല. അത് നിനക്ക് തന്നെ തരും. ബാക്കിയുള്ള മന്ന പാളയത്തിൽ കിടക്കുമ്പോൾ പാളയത്തോട് ചോദിക്കണം, ഈ മന്ന ബാക്കി കിടന്നത് കൃമിച്ചില്ലേ? കർത്താവ് പറഞ്ഞ വാക്കിതാണ്, കൃമിക്കാൻ ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല, കൃമികൾക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. വെയിൽ മൂക്കുമ്പോൾ ഇത് ഉരുകിപ്പോകും, പിന്നെ നാളെയെ വെളിപ്പെടുത്തുള്ളൂ. അങ്ങനാണെങ്കിൽ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയത്, കമോൺ, തൻ വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി ഒരുക്കിയത്, അത് ഒരു ശക്തിക്കും തൊടാൻ ദൈവം കൊടുക്കത്തില്ല. ഇത് വിശ്വസിക്കുന്നവർ ഈ സീസണിൽ ചിലത് പ്രാപിക്കാൻ പോവാ. ആത്മസാന്നിധ്യം നിങ്ങളെ തൊടട്ടെ, ദൈവശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. അഭിഷേകം ഒരു അഗ്നി പോലെ ഇന്ന് പകൽ ചില ശരീരങ്ങൾ കത്തട്ടെ. നിനക്കുള്ളത് ഒരു കൃമിക്കും ദൈവം കൊടുക്കത്തില്ല. ആമേൻ. ഒരു പട്ടിക്കോ പൂച്ചയ്ക്കോ ദൈവം കൊടുക്കത്തില്ല. അതാ ദൈവം തരുന്ന മന്ന. ആമേൻ. 40 വർഷമാ ഇവർക്ക് കൊടുത്തേ. എത്ര വർഷം കൊടുത്തു? അത് പ്രത്യേക കാര്യമോ. എപ്പോഴാണോ വാഗ്ദത്ത ദേശത്ത് കാല് വച്ചത് അപ്പോ മന്ന നിന്നു. അതിൻ്റെ അർത്ഥം എത്തുന്ന വരെ ഉള്ള ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ കയ്യിലാണ്. പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, വിളിച്ചത് ദൈവമാണെങ്കിൽ, നിങ്ങളെ നയിക്കുന്നത് ദൈവമാണെങ്കിൽ, വാഗ്ദത്തത്തിൽ എത്തുന്നത് വരെയുള്ള
ഉത്തരവാദിത്വം രജിപാസ്റ്ററുടെ കയ്യിലല്ല, നിന്നെ വിളിച്ചവന്റെ കയ്യിൽ. വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുക. നിനക്കാവശ്യമുള്ള മന്ന വഴിയിൽ തരാൻ ഇന്ന് പകൽ എന്റെ ദൈവം ശക്തൻ. ഓ come on, receive the glory. ആ മഹത്വം ചില ശരീരങ്ങളെ തൊടും ഇന്ന് പകൽ. ആ മഹത്വം വെളിപ്പെടും. യെസ് യെസ് യെസ്. റിബാന ശകേനിയ റീഗ ക്ഷമനകടഗസെ വൈഷസ് പ്രൗഡി ബിനികടഗസെ കൃപ ചലിക്കട്ടെ. വൗ യേശുവേ, മകത്വം ഇതിനകത്ത് ചലിക്കണമപ്പ. ചിലർക്ക് ഇന്ന് പകലിൽ ആ മന്ന വെളിപ്പെടാനുണ്ട്. കർത്താവേ, വാഗ്ദത്തത്തിന്റെ നാട്ടിൽ കാൽ വയ്ക്കുന്നത് വരെ ഉത്തരവാദിത്വം നിന്റെ കയ്യിലാണല്ലോ. അങ്ങനാണെങ്കിൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെടേണ്ടത് വെളിപ്പെടേണ്ടത്. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച, ഇന്നലല്ലേ അല്ല മെനഞ്ഞാന്ന് വെള്ളിയാഴ്ച, ഇവിടുത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ 2 സാക്ഷ്യങ്ങൾ 2 വ്യക്തികളിൽ നിന്ന് ഞാൻ കേട്ടു. ഏകദേശം 1 കിലോമീറ്റർ അപ്പുറം ഒരു സഹോദരി ഇവിടെ ഉണ്ട്. സഹോദരി വീട് വയ്ക്കാൻ കാത്തിട്ട് വർഷം 2 3 ആയി വസ്തു മേടിച്ചിട്ട്. പക്ഷെ ഇതിനപ്പുറത്ത് 1 കിലോമീറ്റർ അപ്പുറത്തുള്ളൊരു ശക്തി ഇന്നലെ വാദിച്ചിട്ട് പറഞ്ഞു, അവിടെ വീട് വയ്ക്കാൻ അനുവദിക്കത്തില്ല. ഒരു ഭദ്രകാളി സ്പിരിറ്റ് വെളിപ്പെട്ടു പറഞ്ഞു, നടക്കത്തില്ല, ഞാനതിനെ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുത്തും. ഞാനതിനു വേണ്ടി പ്രാർത്ഥിച്ചു, ആ കെട്ട് പൊട്ടിച്ചു. ഇനി അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തൊട്ട് ഓപ്പോസിറ്റ് ഒരു 100 മീറ്റർക്ക് ഇപ്പുറം അടുത്ത സഹോദരി ഇന്നലെ വന്ന് അടുത്തൊരു കാര്യം പറഞ്ഞു, പാസ്റ്റർ എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ഞാൻ ചോദിച്ചു, എന്നാ സന്തോഷ വാർത്ത? എന്നാ സഹോദരി വന്നിട്ടുണ്ടോ എനിക്കറിയത്തില്ല. ഇന്നലെ വെള്ളിയാഴ്ച വന്ന സഹോദരി വന്നിട്ടുണ്ടോ? എങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കൈവക്ക്. ഇല്ല, എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ഞാൻ ചോദിച്ചു, എന്നാ സന്തോഷ വാർത്ത? 25 വർഷമായി പാസ്റ്ററെ ഞാനും എൻ്റെ അമ്മയും കൂടെ വീടിന് വേണ്ടി പഞ്ചായത്തിലും അവിടെ ഇവിടെയൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. 25 വർഷമായിട്ട് എന്നോട് അവർ പറയുന്നത്, നിങ്ങൾക്ക് വീട് കിട്ടത്തില്ല കിട്ടത്തില്ല കിട്ടത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വർഷം 4-ാം മാസം ഞാൻ ആ വീട്ടിലേക്ക് പോയി. ഒറ്റ തവണയേ പോയിട്ടുള്ളൂ. ഒരേ ഒരു തവണയെ ആ വീട്ടിൽ ഞാൻ കാല് വെച്ചിട്ടുള്ളൂ. ഈ വർഷം 4-ാം മാസം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസത്ത് ഞാൻ ആ വീട്ടിൽ പോയി. അത് അവരെന്നെ ഇങ്ങോട്ട് പറഞ്ഞതാണ്, എനിക്ക് ഓർമ്മയില്ല എപ്പോഴാണ് പോയെന്ന്. 4-ാം മാസം പാസ്റ്ററിൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്ററിനോട് ഒരു ദൂത് പറഞ്ഞു, ഈ വർഷം തീരുന്നതിന് മുൻപ് നിങ്ങൾക്കൊരു നല്ല ഭവനത്തിനുള്ള വഴി ഓപ്പൺ ചെയ്യും. അപ്പം അവർ പറയും, 25 വർഷം കൊണ്ട് കമേൻ ഓടാത്ത സ്ഥലമില്ല, കൊടുക്കാത്ത ആപ്ലിക്കേഷനില്ല. പഞ്ചായത്തിലും ബ്ലോക്ക് തലത്തിലൊക്കെ കൊടുത്തിട്ട് അവർ ഇരു കൂട്ടരും പറയുന്നു, നിങ്ങൾക്ക് ഈ സമയങ്ങളിലൊന്നും വീടില്ല ഇല്ല ഇല്ല ഇല്ല. ഇനി ഈ വർഷം അവർ ആപ്ലിക്കേഷൻ കൊടുത്തുമില്ല. കഴിഞ്ഞ ആഴ്ചയിൽ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ആയിരിക്കണം, ഒരു ഫോൺ കോൾ അവർക്ക് വന്നു. വന്നത് പഞ്ചായത്തിൽ നിന്നല്ല, വന്നത് ബ്ലോക്ക് ഓഫീസിൽ നിന്നാണ്. വിളിച്ചു പറഞ്ഞു, ഇന്നതുപോലെയല്ലേ പേര്, അഡ്രസ്സ്, ഇതെല്ലാം ചോദിച്ചിട്ട് പറയുക, നിങ്ങൾക്കൊരു വീടുണ്ട്, ഉടനെ വന്ന് ഒപ്പിട്ട് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തോണം. ഈ സഹോദരി പറഞ്ഞു, ഞങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ലല്ലോ, ഇത് കൊടുത്തിട്ട് 3 വർഷമായി. 4-ാം മാസത്തിലെ ഒറ്റ പ്രാർത്ഥനയും ഒരു ദൂതും 3 വർഷം മുമ്പ് പൂട്ടിവെച്ച ഫയലിൽ നിന്ന് പേപ്പർ എടുത്ത് ഈ 2024 ദൂത് നിവർത്തിക്കാൻ ദൈവത്തിന് അറിയാമെങ്കിൽ, വിളിച്ചവൻ വിശ്വസ്തനാണെന്ന് ഇന്നു പകൽ നീ ദൈവത്തിന് വേണ്ടി നടന്നത് കൊണ്ട് ഒന്നും കിട്ടത്തില്ലെന്നല്ല, ദൈവം തരോ.
ഇന്ന് പകൽ മക്കളെ, നിന്നോടും ദൈവാത്മാ പറയുക, അവിടെ തന്നെ അത് ഉയരണം. നിന്റെ ദേശത്ത് നിങ്ങൾ വാങ്ങിയ പ്രോപ്പർട്ടിയിൽ തന്നെ നിങ്ങൾക്കും ഒരു ഭവനമുണ്ട്. വാദിക്കുന്ന ശക്തികൾ ദേശം വിടും. വെള്ളിയാഴ്ച സഹോദരി എന്നോട് വന്നിട്ട് പറയുക, പാസ്റ്റർ ഞങ്ങൾ വീടിനെ കുറിച്ച് ഈ 2024 ചിന്തിച്ചിട്ട് പോലുമില്ല. പാസ്റ്റർ ദൂത് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആശ്ചര്യമായിരുന്നു. നടക്കുന്നൊരു പ്രതീക്ഷ 25 കൊല്ലം കൊണ്ട് കിട്ടാത്തത് ഞങ്ങൾക്ക് എങ്ങനെ കിട്ടും? പക്ഷേ ഇത് 11ാമത്തെ മാസമാണ്. ഈ ആണ്ട് തീരുന്നതിന് മുൻപ് ആ വാക്ക് ഈ ആലയത്തിൽ വന്ന് പറയാൻ ദൈവം വിശ്വസ്തനാണ് നിന്നെങ്കിൽ, ഇതിനകത്തിരിക്കുന്നവരോട് ഞാൻ പറയാം, നിനക്ക് വരേണ്ട മന്ന അതൊരു കൃമിക്ക് കൊടുക്കത്തില്ലെന്ന്, മറ്റാർക്കും കൊടുക്കത്തില്ല. വിശ്വസിക്കുന്നവന് വേണ്ടി ഇന്ന് സ്വർഗം നിന്റെ ഭവനത്തിലുള്ളത് റിലീസ് ചെയ്യട്ടെ. Take it the glory. നിന്റെ കരത്തിൽ വരേണ്ടത് നിന്റെ കരത്തിൽ വരും. നിന്റെ കയ്യിൽ എത്തേണ്ടത് നിന്റെ കയ്യിൽ എത്തും. നിന്റെ വിശപ്പടക്കേണ്ടത് നിന്റെ വിശപ്പടക്കാൻ നിന്റെ കയ്യിൽ തരും. നിന്റെ ദാഹം തീർക്കേണ്ടത് നിന്റെ കരത്തിൽ തരും. വിശ്വസിക്കുന്നവൻ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. നീ കർത്താവ് പറഞ്ഞതുപോലെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ പറയും, കാനാനിൽ എത്തുന്നവരെ നിന്റെ മന്ന എൻ്റെ കയ്യിലാ. ഇന്ന് പകൽ നിന്റെ ഭക്ഷണം എൻ്റെ കയ്യിലാ. മടുത്തു പോണ്ട. 40 വർഷം കർത്താവ് മന്ന കൊടുത്തു അല്ലേ? ഈ ജനത്തിന് ഒരു പരിഭവം ഇല്ല. പരിഭവം ഉണ്ടോ? പരിഭവം ഇല്ല. മന്നാക്ക് ഇത്തിരി ഉപ്പ് കൂടിയെന്നോ, മന്നാക്ക് ഇത്തിരി ഉപ്പ് കുറഞ്ഞെന്നോ, എന്നും തിന്നു മടുത്തെന്നോ ഇല്ലെന്നേ. തമ്പുരാൻ കൊടുക്കുന്നത് ഫ്രഷായ സാധനമാണ്. ഇനി നിങ്ങളെ വീടൊന്ന് എടുത്തു നോക്ക്. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഒന്നും പറയണ്ട. 15 വർഷം ആയവരുണ്ട്, 20 വർഷം ആയവരുണ്ട്, 40 വർഷം ആയവരുണ്ട്. പരിഭവങ്ങളുടെ ലിസ്റ്റല്ലേ ഉള്ളൂ. ഹല്ലേലൂയ. അത് തന്നത് ശരിയായില്ല, ഇത് തന്നത്, ഇതൊക്കെ കേട്ടിട്ടില്ലേ സഹോദരിമാരെ നിങ്ങൾ? ഞങ്ങളെപ്പോലുള്ളവർ പറയുന്നതാ. അത് ശരിയായില്ല, ഇത് ശരിയായില്ല, പരിഭവങ്ങൾ മാത്രം. ഇനി സഹോദരന്മാരെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കാശുണ്ടായിക്കൊണ്ട് വരും. ഇവിടെ വരുമ്പോൾ 1000 രൂപ കിട്ടുന്നേ 3000ൻ്റെ ചിലവും വെച്ചോണ്ടിരിക്കും. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. അല്ലേ? അന്നേരം നമ്മുടെ പരിഭവങ്ങളോ നിനക്കൊന്നും അറിയത്തില്ല, നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. ഇല്ലയോ നമ്മൾ പറയുന്നത്? നിങ്ങൾ ആരും മിണ്ടുന്നില്ല, അവരും മിണ്ടുന്നില്ല, ഇവരും മിണ്ടുന്നില്ലേ? ഞാൻ ഇത് പഠിച്ചിട്ടാണ് പറയുന്നത്. ആമേൻ. അല്ലേ? നിങ്ങൾക്കൊന്നും അറിയത്തില്ല ഇതെവിടെ നിന്നാണ് വരുന്നതെന്നും ഇതെങ്ങോട്ടാണ് പോകുന്നതെന്നും. സത്യം പറയാമല്ലോ, പരിഭവങ്ങളാണ് പരിഭവങ്ങൾ. വീട്ടിൽ എത്ര ആൾക്കാരുണ്ട്? അഭിലാഷ് പറഞ്ഞാൽ എത്ര പേരുണ്ട് വീട്ടിലെല്ലാം കൂടെ? 2 പേര്, 7. ഗ്ലോറി ടു ജീസസ്. ഇതുപോലുള്ള കുറേ കുടുംബങ്ങൾ വേണം സമാധാനമാണെങ്കിൽ. ഇവിടെ ആകെ നമ്മൾ 2, നമുക്കൊന്നും. ആമേൻ. 7 പേരുടെ കുടുംബത്തിനകത്ത് പരിഭവം ഉണ്ടോ? ഉണ്ട്, ഇടയ്ക്കിടയ്ക്കുണ്ട്. സത്യം പറഞ്ഞു. ദൈവം അനുഗ്രഹിക്കട്ടെ. പരിഭവങ്ങളില്ലാതെ ദൈവം നടത്തട്ടെ നിങ്ങളെ. 2 കൊല്ലം ആകുമ്പോൾ തന്നെ പറയും, നാളെ ചായ ഉണ്ട് പക്ഷെ പഞ്ചസാര ഇല്ല, വേണമെങ്കിൽ പോയി മേടിച്ചോണ്ടോ. വ്യാഴാഴ്ച ഇപ്പോൾ പറയും വെള്ളം മാത്രമേ ഉള്ളൂ, കഞ്ഞിക്ക് അരിയില്ല. പരിഭവങ്ങളേ ഉള്ളുന്നേ. കഴിഞ്ഞ ക്രിസ്മസിന് എനിക്ക് ചുരിദാർ മേടിച്ച് തന്നില്ല. ഹല്ലേലൂയ. നമുക്കിനിപ്പോൾ അവരെ മേടിച്ച് തരുന്നത് നമ്മളല്ലേ മേടിക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല നമ്മളോട്. പരിഭവങ്ങളേ ഉള്ളൂ. പക്ഷേ 40 വർഷം തമ്പുരാൻ കൊടുത്തിട്ട് ജനത്തിന് പരിഭവം ഇല്ല. കർത്താവ് കൊടുക്കുമ്പോൾ തൃപ്തിയോടെ കൊടുക്കും. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയും, ഉത്തരവാദിത്വം ദൈവത്തിന്റെ കയ്യിലാണെങ്കിൽ നിനക്ക് തമ്പുരാൻ തരുന്നത് തൃപ്തിയോടെ തരും. തൃപ്തിയോടെ.
ഹല്ലേലൂയ. ഇവർക്ക് ഈ ഇറച്ചി വേണമെന്ന് പറഞ്ഞു. എന്നാ വേണമെന്ന് പറഞ്ഞു? അത് തെറ്റൊന്നുമല്ല ഇറച്ചി വേണമെന്ന് പറയുന്നത്, ആണോ? ദൈവജനം പറഞ്ഞു ഞങ്ങൾക്ക് ഇറച്ചി വേണം. കർത്താവ് പറഞ്ഞു ഇന്ന് വൈകുന്നേരം 3 മണിയാകുമ്പോൾ ഇറച്ചി വരും. എവിടുന്ന് വരും? പറന്നു വരും. ഹല്ലേലൂയ. ആ പാളയത്തിൽ കാടപ്പക്ഷിയെ കൊണ്ട് നിറച്ചു. തമ്പുരാൻ പറഞ്ഞ അവനവൻ ആവശ്യമുള്ളത് പിടിച്ചോണം, പിടിച്ച് നല്ല കാത്തൽ ചിക്കൻ ഉണ്ടാക്കി തിന്നോണം. ഒരു ഇല്ലിയ പറ, അത് പുതിയ പേരാണ്, പോട്ടെ. നല്ല ചെറിയ ചിക്കനാ വാങ്ങിച്ചത്, നിങ്ങൾ ആവശ്യമുള്ളതുപോലെ കഴിച്ചോ. എൻ്റെ ചിന്ത, 40 കൊല്ലം ചിക്കൻ കഴിച്ചിട്ടും ഇവർക്ക് കൊളസ്ട്രോൾ വന്നില്ല. ബ്രദറെ, ആമേൻ. 40 കൊല്ലം ചിക്കൻ കഴിച്ചിട്ട് എല്ലാ ദിവസവും ഉണ്ട് ചിക്കൻ, എല്ലാ ദിവസവും. ഇവിടെ 35 വയസ്സാകുന്നതിന് മുമ്പേ നമ്മളോട് ഡോക്ടർമാർ പറഞ്ഞു ഇനി ചിക്കൻ തുടരുത്, എണ്ണയിലിട്ട് വറുത്തത് കഴിക്കരുത്. എന്നാ കാര്യം? എനിക്കറിഞ്ഞൂടാ. ഹല്ലേലൂയ. ഇല്ല, പോയോ? നിങ്ങൾ എല്ലായിടത്തും ഡോക്ടർ പറഞ്ഞോ? പ്രൈസ് ഗോഡ്. ആമേൻ. ഈ 40 കൊല്ലം കഴിച്ചിട്ടും അവർക്ക് ഷുഗറും കൊളസ്ട്രോളും ഒന്നും വന്നില്ലെന്ന്. ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കർത്താവ് തന്നാൽ അങ്ങനാണ്. ഹല്ലേലൂയ. അടുത്തൊരു സാധനം, 40 വർഷം നടന്നിട്ട് ഇവരുടെ ചെരുപ്പ് തേഞ്ഞില്ല. നമ്മളോ 90 ദിവസം കാത്തിരിക്കും. ഒരു വള്ളി പൊട്ടിച്ചിട്ട് ചേട്ടനോട് പറയും പൊട്ടി വാങ്ങിച്ചാ. ചിരിക്കുന്നവരൊക്കെ നോക്കിയ ചോളി. ഒരു അല്ലേ പറഞ്ഞില്ല നിങ്ങളെ? അമ്മേ അല്ലേ? ഇവിടെ 6 മാസം പോകത്തില്ല ചെരുപ്പ്. നമ്മളെ കുഴപ്പമല്ല, ചെരുപ്പിൻ്റെ കുഴപ്പമാണ്. ഓട്ടെ, നിങ്ങളല്ല ഞാൻ പറഞ്ഞു. സ്വത്രം. ഇപ്പോഴത്തെ ചെരുപ്പ് അവരങ്ങനെ ഉണ്ടാക്കുന്നത്. എൻ്റെ മോന് കഴിഞ്ഞ ആഴ്ച ഒരു ചെരുപ്പ് വാങ്ങിച്ചു. വീട്ടിൽ കൊണ്ടുവന്ന് പിറ്റേന്ന് രാവിലെ സ്കൂളിലിടാൻ വന്നപ്പോൾ മേളത്തെ ഭാഗം മുകളിലൊന്ന്, താഴത്തെ ഭാഗം താഴെ കിടക്കുന്നു. അതെവിടെ പോയിടാ? ശരിയല്ലേ ഇടാ? അപ്പം നിങ്ങൾ കുഴപ്പമാണ്, ചെരുപ്പിൻ്റെ കുഴപ്പമാണ്. തമാശ പറഞ്ഞതേ ഉള്ളൂ, എന്നോട് പണങ്ങല്ലായിരുന്നു. ഹല്ലേലൂയ. ആ മേളത്തെ ഭാഗമല്ല, മേളിൽ വന്നു, താഴത്തെ ഭാഗം താഴോട്ടും പോയി. ഇപ്പം പിന്നെ ഒന്നേന്ന് റെഡിയായി കൊണ്ടുവന്നു. പോട്ടെ, പരിഭവം മാത്രമേ ഉള്ളൂ. 40 കൊല്ലം ചെരുപ്പ് ഇട്ടിട്ട് ചെരുപ്പ് തേഞ്ഞില്ല. 2 കൊല്ലമൊക്കെ ആകുമ്പോൾ നമുക്ക് ബോറടിക്കും. വാസ്തവ. അപ്പച്ചന്മാരെ ചെരുപ്പ് കൊണ്ടിട്ടുണ്ട് പണ്ടത്തെ. ലൂണാർ നിങ്ങൾ കണ്ടിട്ടില്ല? ഞാൻ കണ്ടിട്ടുണ്ട്. ഇട്ടിട്ടിട്ട് ഉപ്പുറ്റിയുടെ ഭാഗത്തൊരു വലിയ 10 രൂപ വലിപ്പത്തിലൊരു പൊത്ത കാണും. എങ്കിലും കളയില്ല. ഇന്ന് ആരുടെയെങ്കിലും വീട്ടിലെ സാധനം ഉണ്ടോ? ഇല്ല. അവൻ എൻ്റെ കുഞ്ഞു പ്രായത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ലേ? നിങ്ങളൊക്കെ വീട്ടിൽ അപ്പച്ചനമ്മച്ചി ഉണ്ട്, കണ്ടിട്ടുണ്ട്. ഹമേൻ. ഇന്നങ്ങനൊന്നും ഇടൂലാരും. അതിലിത്തിരി ഈ കറുത്ത സാധനം അടിക്കുമ്പോഴേ നമ്മൾ പറയും പോയി ചെരുപ്പ് പോയി എടുത്ത് ദൂരക്കളാ. പണ്ടത്തെ ചെരുപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞേ. സ്വൽപ്പം ഇല്ലേ പണ്ടത്? നമ്മളൊക്കെ ഈ ലെവലിലൊക്കെ എത്തുന്നതിന് മുമ്പ് ഈ ചെരുപ്പ് കണ്ടിട്ടും കേട്ടിട്ട് ഇട്ടും നമ്മൾ വന്നേ. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ലേ നിങ്ങൾ? ആമേൻ. 40 വർഷം ഇട്ടിട്ടും അവരുടെ ചെരുപ്പിനകത്ത് മൊത്തം എഴുതില്ല. കാനാനിലെത്തുന്നവരെ തമ്പുരാൻ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്തു. ഇനി 40 വർഷം ഇട്ടിട്ട് അവിടെ ഉടുപ്പോ അല്ലെങ്കിൽ വസ്ത്രം പഴകിയും പോയില്ല. നമ്മളോ രാവിലെ ഇട്ടത് വൈകുന്നേരം ഇടില്ല. അതിന് വേർപ്പ് സ്മെല്ലൊക്കെ ആയെന്ന് പറഞ്ഞ് നമ്മൾ കളയും. 1 വർഷമായി കഴിഞ്ഞാൽ പിന്നെ ആ ചുരിദാറായാലും ഷർട്ടായാലും നമ്മൾ കളയും. മങ്ങിപ്പോയി, ഫെയ്ഡായി, അതായി, ഇതായി, പഴയതായി എന്ന് പറഞ്ഞ് നമ്മൾ കളയും. ഈ 40 കൊല്ലം ഇട്ടവരുടെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കുക. ആമേൻ. എൻ്റെ അടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷർട്ട് ഇട്ടുകൊണ്ടൊരു സ്ഥലത്ത് പോയപ്പോൾ ഒരു സഹോദരൻ എന്നോട് ചോദിക്കുക, അണ്ണ ഈ ഷർട്ട് ഇപ്പോഴും ഉണ്ടോ? 5 കൊല്ലം മുമ്പ് മേടിച്ച സാധനം. ഞാൻ കളഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ അലമാരയ്ക്കകത്ത് 10-35 ഷർട്ടുണ്ട്. നിങ്ങളെല്ലാം കളഞ്ഞു. അതുകൊണ്ട് എണ്ണം കുറഞ്ഞു. പോട്ടെ, കരങ്ങൾ ചോദിച്ചു ഹല്ലേലൂയ പറ. പോട്ടെ. ആമേൻ. ഇപ്പം ഞാനീ പറഞ്ഞതിൻ്റെ ആശയം 40 കൊല്ലം നടത്തിയിട്ടും എന്ത് ചെയ്തില്ല? ഉടുപ്പും തേഞ്ഞില്ല, ചെരുപ്പും തേഞ്ഞില്ല, ഭക്ഷണത്തിന് പരാതിയുമില്ല. വിളിക്കപ്പെട്ടവരെ ദൈവം നടത്തുന്നത് ഇങ്ങനെയാ. വിളിക്കപ്പെട്ടവരെ ദൈവം നടത്തുന്നത് ഇങ്ങനെയാ.
പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തോട് ചോദിച്ചിട്ടാ ഇറങ്ങുന്നതെങ്കിൽ എൻ്റെ കർത്താവ് നിന്നെ നടത്തും. വഴിയിൽ പട്ടുപോകാൻ ഇടവരുത്തുകയില്ല, വഴിയിൽ വീണുപോകാൻ ഇടവരുത്തുകയില്ല, വഴിയിൽ നശിച്ചു പോകാൻ ഇടവരുത്തുകയില്ല. എൻ്റെ ദൈവത്തോട് ചോദിച്ചിട്ടാണ് നീ ഇറങ്ങുന്നതെങ്കിൽ വഴിയിൽ ദാഹിക്കുകയില്ല. അതങ്ങനെ നിൽക്കട്ടെ. വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്നാന്നറിയോ? വെള്ളം കിട്ടണമെങ്കിൽ ഇനി അരുളപ്പാട് വേണം. അരുളപ്പാട് വേണമെങ്കിൽ യഹോവയുടെ പ്രവാചകൻ ആരെങ്കിലും വേണം. യെസ്. പെട്ടെന്ന് നാട്ടുകാരിൽ ഒരുത്തം പറയുന്ന വാക്ക്, ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ച ശാഫാത്തിൻ്റെ മകൻ അവിടെ ഉണ്ട്. ആമേൻ. എൻ്റെ ചിന്ത, പുള്ളിക്ക് കിട്ടിയ അഡ്രസ്സ് ഏലിയാവിന് വെള്ളം കോരി ഒഴിച്ചു കൊടുത്ത ഒരു ശിഷ്യനെന്ന. പക്ഷെ ഇന്നത്തെ പുള്ളിയുടെ അവസ്ഥ, 3 രാജാക്കന്മാർ തന്നെ കാണാൻ വേണ്ടി തയ്യാറെടുക്കുക. പരിശുദ്ധാത്മാവിൽ ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയുക, ഇന്നലകളിലോ ഇന്നുകളിലോ ചിലപ്പോൾ വെള്ളം കോരി കൊടുത്തിരിക്കാം, ചിലപ്പോൾ ദൈവാലയത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിരിക്കാം, ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് നീ നിന്നിരിക്കാം. നാളൊരു സമയത്ത് നിന്റെ അഡ്രസ്സ് തമ്പുരാൻ മാറ്റും. യഹോശാഫാത്തും യഹോരാമും ഏദോം രാജാവും നിന്റെ പ്രാർത്ഥനാ മുറി അന്വേഷിച്ച് നീ ഇരിക്കുന്നിടത്ത് വരും. ഓ യെസ്. ഇന്ന് പകലിൽ ഒരു വ്യക്തിപരമായ അഭിഷേകം ചില വ്യക്തികളുടെ മേൽ സ്വർഗം ഇടും. Take the glory. Oh, ഇടുക 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 ഇടുക. ചിലതിന്റെ അഡ്രസ് മാറാൻ പോകുന്നു. നിന്റെ വീട് അന്വേഷിച്ച് രാജാക്കന്മാർ, മന്ത്രിമാർ, ഉന്നതന്മാർ. Yes, yes, yes. Come on. Receive the glory. തൊടുക തൊടുക തൊടുക. ഒരു അഭിഷേകം തൊടുക. Yes, yes. Receive the power. ഓ, ഇറങ്ങട്ടെ മകത്വം, ഇറങ്ങട്ടെ മകത്വം, ഇറങ്ങട്ടെ. ദൈവത്തിന് വേണം, ദൈവത്തിന് വേണം. ഇന്ന് വെള്ളം കോരിയവന് ദൈവം ഉപയോഗിക്കാൻ പോവുക. ഇന്ന് പാത്രം എടുത്തവന് നാളെ ദൈവം ഉപയോഗിക്കാൻ പോവുക. ഇന്ന് പകൽ വിശ്വസിക്കുന്നവരോട് സ്വർഗം ശക്തമായി പറയുന്നു, ഈ ദിവസങ്ങളിൽ നീ അനുഭവിച്ച കഷ്ടത്തിന് സ്വർഗം നിനക്ക് മറുപടികളെ തരാം. യേശുവിന്റെ നാമം ജയം. അവന് കിട്ടിയ അഡ്രസ്, പുള്ളി ഏലിയാവ് ചോറ് നിന്നിട്ട് കൈ കഴുകാൻ നിൽക്കുമ്പോ മക്കിൽ വെള്ളം കോരി കൊണ്ട് കൊടുക്കും. ഇവന്റെ സീസണിൽ ഒരുപാട് പ്രവാചകന്മാർ അവിടെ ഉണ്ടായിരുന്നു. ഏലിയാവിൻ്റെ സങ്കടം, വിധവയുടെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ കർത്താവ് ഒരു ദിവസം ഡയറക്റ്റായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്തിനാടാ സങ്കടപ്പെടുന്നത്? നിനക്കറിയാത്ത കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇസബേലിന് കൊടുക്കാത്ത 7000 പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഏലിയാവെ നിനക്കറിയത്തില്ല, എല്ലാം കാണുന്ന എനിക്കറിയാം. അവിടെ 100 കണക്കിന് പ്രവാചക ശിഷ്യന്മാരെ ഞാൻ ഒളിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയാം, 7000-ന്റെ അകത്ത് ഒത്തിരി ശിഷ്യന്മാരുണ്ട്. പക്ഷെ ഒരുത്തനെയും ഈ രാജാക്കന്മാർ അന്വേഷിച്ചില്ല. പിന്നെന്തുകൊണ്ട് ഈ എലീശയെ അന്വേഷിച്ചോ? മറുപടി ഒന്നേയുള്ളൂ, പേരല്ല പ്രധാനം. ഒരു പുതപ്പ് നിന്റെ കരത്തിൽ വീണ. ഓ യെസ് 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 യെസ്. ശക്തമായി ദൈവത്തെ പറയുന്നു, ഒരു പുതപ്പ്, ഒരു ബ്ലാങ്കറ്റ് നിന്റെ തോളിൽ വീണാൽ നിന്നെ തേടി ദേശങ്ങൾ വരും, പട്ടണങ്ങൾ വരും. ഓ, പിടിക്കാൻ പറ്റുന്നവൻ ഈ അഭിഷേകത്തെ പിടിച്ചോണം. ഇന്ന് പകലിൽ ചില വ്യക്തികളുടെ മേൽ ഒരു അതോറിറ്റിയുടെ അഭിഷേകം വരുന്നു. നിന്റെ തലമേൽ ഒരു ബ്ലാങ്കറ്റ് വരികയാ. ഓ, take it, take it, take it. അസാധാരണമായ ദൈവ സാന്നിധ്യം ചില ശരീരങ്ങളുടെ മേൽ ദൈവം ഇന്ന് പകലിൽ നിറയ്ക്കപ്പെടാൻ പോവുകയാ. ഈ ബ്ലാങ്കറ്റ് നിന്റെ മേൽ വന്നാൽ നിന്റെ ശബ്ദത്തിന് വിലയുണ്ട്. യെസ്, നിന്റെ യതരം തുറന്ന് പുറത്തു വരുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ട്.
ഓ ഓ ഓ ദൈവാത്മാവ് തൊടുക, 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 തൊടുക. പേരല്ല പ്രധാനം, പേരല്ല പ്രധാനം. ഈ ബ്ലാങ്കറ്റിലൊന്നു പിടി. ഈ അഭിഷേകത്തിന്റെ പുതപ്പിന്റെ ഒരു കോണിലൊന്നു പിടി. നീ ആള് മാറും, നീ ആള് മാറും, നീ ആള് മാറും. Come on, ആള് മാറും. അഭിഷേകം ചേഞ്ച് ചെയ്യാൻ പോവുക, അഭിഷേകം ചേഞ്ച് ചെയ്യാൻ പോവുക. വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവശക്തി ഇന്ന് പകലിൽ സ്വർഗം റിലീസ് ചെയ്യട്ടെ. In the name of Jesus, പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ഇതിനകത്ത് ഞാൻ ആത്മാവിൽ കാണുന്നു ചില ബ്ലാങ്കറ്റുകൾ ചിലരുടെ മേൽ ദൈവം കൈമാറും. ഓ കൈമാറും, കൈമാറും. Take it, പിടിച്ചോ. Receive the power. ഓ കൈമാറും. Take it. ഓ നിന്റെ അഡ്രസ് മാറാൻ പോവുക, നിന്റെ അഡ്രസ് മാറാൻ പോവുക, നിന്റെ അഡ്രസ് മാറാൻ പോവുക. ചില ശരീരങ്ങളുടെ മേൽ ഈ ബ്ലാങ്കറ്റ് വന്ന് വീഴുക. ഓ take it. ഓ ഓ ഓ ഓ പ്രവാചകനെന്നും പ്രവാചകിയെന്നും പേർ വിളിക്കുന്ന ഈ ഒരു തലത്തിലേക്ക് ഈ ബ്ലാങ്കറ്റ് നിന്റെ മേൽ. ഓ ഓ ലംഷതേനി റഗൽ കമനഗഡഗസെ വൈശസ്യാധന റിബൽ കമനഗഡഗസെ. തൊടുക, ദൈവം തൊടുകയാണ്. അസാധാരണമായ ദൈവ സാന്നിധ്യം ഇതിനകത്ത് വെളിപ്പെടുക. എനിക്കറിയാം ചില കുടുംബങ്ങളെന്നൊക്കെ ദൈവാത്മാ പറയുന്നു ഇന്ന് നീ മഗ്ഗെടുത്ത് വെള്ളം കോരുന്ന ഒരു ഏർപ്പാടിലായിരിക്കാം ദൈവസഭയ്ക്ക് വേണ്ടി നിൽക്കുന്നത്. പക്ഷേ അടുത്തൊരു സീസൺ ദേശത്തിലെ ഉന്നതന്മാർ നിന്റെ വീട് തേടി വരും, നിന്റെ പ്രാർത്ഥനാ മുറി തേടി വരും. ഓ തലം മാറും, തലങ്ങൾ മാറും. അഭിഷേകം നിന്നെ മാറ്റും. വിശ്വസിക്കുന്നവന്റെ മേൽ ഒരു തീ ഇപ്പോൾ receive the fire. Oh oh come on, come on, come on, come on. Receive the glory, receive the glory, receive the glory, receive the glory. മഹത്വം നിങ്ങളെ തൊടുക, മഹത്വം നിങ്ങളെ തൊടുക. ഈ അഭിഷേകം നിങ്ങളെ തൊടുക. അസാധാരണ ദൈവത്തിന്റെ അഗ്നി ഇതിനകത്ത് ചലിക്കട്ടെ. Take it. Take it, take it. Laba shekenia riba shamanagandagase waida proudi birigandaga adal kamanagandagase athuna rakshas kamanagandagase. എവിടേക്കോ ദൈവാത്മാവ് ഇന്ന് രാത്രി ചില ബ്ലാങ്കറ്റുകൾ ഇട്ട് തരിക, ചില ബ്ലാങ്കറ്റുകൾ ഇട്ട് തരിക, ഇട്ട് തരിക. ഇതുവരെ പ്രവചിക്കാത്ത ചിലര് പരിശുദ്ധാത്മാവ് പറയുന്നു പ്രവാചകിമാരുടെ ലിസ്റ്റിനകത്ത് കയറ്റാൻ, പ്രവാചകന്മാരുടെ ലിസ്റ്റിനകത്ത് കയറ്റാൻ. Take it. Oh, take it. Receive the power. ഇന്ന് പകൽ ഓ പിടിച്ചോ ദൈവശക്തിയുടെ പരിവർത്തനം ചില ശരീരങ്ങളുടെ മേൽ. Receive. Oh, oh, receive, receive. പ്രവാചകിയുടെ അഭിഷേകത്തെ സ്വർഗ ഹാൻഡ് ഓവർ ചെയ്യട്ടെ. ലാബാ ഷെകനിയ റീഗ ശമനഗഡഗസെ. യെസ് യെസ് യെസ്. ഒരു പ്രവാചകിയെ ഇതിനകത്ത് സ്വർഗം കാണുന്നു. Oh, take it, take it, take it, take it, take it. Oh, ഒരു തീ തൊടുക സിസ്റ്ററെ. ലാബാ ഷെകെ റാംഷതേരികിയ. Oh, അഭിഷേകം ഒരു അഗ്നി പോലെ ചില ശരീരങ്ങളിൽ തൊടുക, തൊടുക, തൊടുക. Take it. ലാബാബാബാഷെ ലക്കബാഷെ. Oh, fire. തൊടുക, 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 തൊടുക. മഹത്വം തൊടുക, ദൈവ സാന്നിധ്യം. നിന്റെ വീട്ടിനകത്തും ചില സാക്ഷ്യങ്ങളെ വെളിപ്പെടുത്താൻ ഇന്നു പകൽ ഈ മഹത്വം